സനാഉല്ലാ അൽ ഹിന്ദി അൽ അമൃത്സരി റഹ്മഹുല്ല അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ എന്ന തഫ്സീർ കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 24 സൂറത്തുൽ ബഖറ 142 മുതൽ 147 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലുസ് സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. الحق من ربك فلا تكونن من الممترين. سيقول السفهاء ശേഷം വിഡ്ഢികൾ പറയും മിനന്നാസി ജനങ്ങളിൽ നിന്നുള്ള മാ വല്ലാഹും അവരെ തിരിച്ചു കളഞ്ഞത് എന്താണ്. അവരെ എന്ന് പറഞ്ഞാൽ ഐ അൽ മുസ്ലിമീന അതായത് മുസ്ലിങ്ങളെ അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹ അവർ ഏതൊരു ഖിബ്ലയിലായിരുന്നുവോ അവരുടെ ആ ഖിബ്ലയിൽ നിന്ന് അവരെ തിരിച്ചു കളഞ്ഞത് എന്താണ് എന്ന് ചില ഭോഷന്മാർ മഠയന്മാർ ചോദിക്കും. അതായത് ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നല്ലോ ആദ്യത്തെ ഖിബ്ല മുസ്ലിങ്ങളുടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കഅബ ഖിബ്ലയാക്കുമ്പോൾ ചില വിഡ്ഢികൾ ഇങ്ങനെ ചോദ്യം ചോദിക്കും എന്ന് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടി പറയണം അള്ളാഹു തന്നെ. ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. ഖുൽ നബിയെ പറയാം, ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് അൽ മശ്രിഖു കിഴക്കും വൽ മഗ്രിബു പടിഞ്ഞാറും. എല്ലാ ദിക്കും അള്ളാഹുവിനുള്ളതാണ്.
അപ്പോൾ ഖിബില ഏത് എന്ന് നിശ്ചയിക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഖിബില കഅബയെ ഖിബിലയായിട്ട് സ്വീകരിച്ചത്. ആദ്യം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം തന്നെയാണ് എന്ത് ബൈത്തുൽ മഖ്ദിസിനെ ഖിബിലയാക്കിയത്. ഐ അൽ ജിഹാദ് കുല്ലുഹ, അൽ ജിഹാദ് കുല്ലുഹ, എല്ലാ ഭാഗങ്ങളും അള്ളാഹുവിനുള്ളതാണ്. യഹ്ദീ മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ മാർഗദർശനം ചെയ്യുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിലേക്ക്. മാ ഫീഹി മിനൽ മസ്ലഹത്തി വൽ ഹിക്മത്തി, അപ്പോൾ ഈ ഖിബില മാറ്റത്തിൽ ചില മസ്ലഹത്തും ഹിക്മത്തുമൊക്കെ ഉള്ളതിനാൽ വഹുവ ഖിബലത്തു ഇബ്രാഹിം അലൈഹിസ്സലാം, ഈ കഅബ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ കഅബയാണ്, ഖിബലയാണ് എന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്രായേലിയരുടെയും ഇസ്മായിലിയരുടെയും അറബികളുടെയും ഇസ്രായേലിയരുടെയും ഒക്കെ പൂർവ്വപിതാവാണല്ലോ. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, സൂറത്തുൽ ബഖറ തന്നെ 125-ാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞതാണ്. വഇദ് ജഅൽനൽ ബൈത, നാം കഅബയെ അൽ ബൈത്തിനെ ആക്കിയ സന്ദർഭം, മസാബത്തൻ ലിന്നാസി, ജനങ്ങൾക്കൊരു സങ്കേതമാക്കി, വ അംന, ഒരു അഭയസ്ഥാനവും, വത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കുവിൻ, മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന സ്ഥലം മുസല്ല, നിസ്കാരസ്ഥാനമാക്കൂ എന്ന്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, വകദാലിക അപ്രകാരം ജഅൽനാകും നാം നിങ്ങളാക്കി, ഉമ്മത്തൻ വസത, ശ്രേഷ്ഠ സമുദായമാക്കി അല്ലെങ്കിൽ ഉത്തമ സമുദായമാക്കി. മുഅ്തദിലത്തൻ വാബിതത്തൻ അലാ അഹ്വാഇൻ നുഫൂസ്, അതായത് മധ്യമ സമുദായമാക്കി. വാബിതത്തൻ സൂക്ഷിക്കുന്ന, അലാ അഹ്വാഇൻ നുഫൂസ്, നഫ്സുകളുടെ ഇച്ഛകളെ സൂക്ഷിക്കുന്ന. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ആലു ഇംറാൻ 110-ാമത്തെ ആയത്ത്. കുന്തും, നിങ്ങൾ ആണ്, ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. തുടർന്ന് പറയാണ്, ലിതകൂനൂ ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈഹിം ഷഹീദാ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, പ്രകാരം നിങ്ങളെ വസത്തായ മധ്യമ സമുദായമാക്കി, ഉമ്മത്താക്കി എന്ന് പറഞ്ഞിട്ട് എന്തിന്? ലിതകൂനു, നിങ്ങളാകുന്നതിന്, ഷുഹദാ അലന്നാസി, ജനങ്ങൾക്ക് മേൽ സാക്ഷികളാകുന്നതിന്, വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്ക് മേൽ സാക്ഷിയാകുന്നതിനും എന്ന് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വയൗമ നബ്അഥു ഫീ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം വജിഅ്നാ ബിക ഷഹീദൻ അലാ ഹൗലാ, അന്നഹൽ 89-ാമത്തെ ആയത്ത്. വയൗമ നബ്അഥു, നാം നിയോഗിക്കുന്ന ദിവസം, ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലും, ഷഹീദൻ, ഒരു സാക്ഷിയെ, അലൈഹിം, അവർക്ക് മേൽ, മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ, വജിഅ്നാ ബിക, താങ്കളെ നാം കൊണ്ടുവരികയും ചെയ്യുന്ന സന്ദർഭം, ദിവസം, ഷഹീദൻ, സാക്ഷിയായിട്ട്, അലാ ഹൗലാ, കൂട്ടരുടെ മേൽ, അതായത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സാക്ഷിയായിട്ട് റസൂൽ ഉണ്ടാകുമെന്നർത്ഥം. ഔ ഫി ദുനിയ ബിൽ ഹുകൂമത്തി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതാണ് ആശയം, അല്ലെങ്കിൽ ദുനിയാവിൽ ഹുക്കൂമത്ത്, ഭരണം, നേതൃത്വം കൊണ്ട്. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, സൂറത്തുൻ നൂർ 55-ാമത്തെ ആയത്ത്. വഅദല്ലാഹു, അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക്, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യ അവകാശം നൽകും എന്ന്, അധികാരം നൽകും എന്ന് അല്ലാഹു. വമാ ജഅൽനൽ ഖിബ്ലതല്ലതീ കുൻത അലൈഹാ, വമാ ജഅൽനൽ ഖിബ്ലത, ഖിബലയെ നാം ആക്കിയിട്ടില്ല, അല്ലത്തി കുന്ത അലൈഹ, താങ്കൾ ആയിരുന്ന ഖിബല, ഏതൊരു ഖിബലയിലായിരുന്നു ആ ബൈത്തുൽ മഖ്ദിസിനെ നാം ആക്കിയില്ല. ഖിബലയെ എങ്ങനെ? അൽ ബൈത്തുൽ മഖ്ദിസിനെ. ലി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ
മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹാ, അവരെ ഏതൊരു ഖിബ്ലയിലായിരുന്നോ അവർ അതിനെ തൊട്ട് തിരിച്ചു കളഞ്ഞത് എന്താന്ന് ചില സുഫഹാക്കൾ ചോദിക്കുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസിനെ അള്ളാഹു ഖിബ്ലയാക്കിയത് പിന്നീട് അതിനെ മാറ്റിയതും ഒക്കെ എന്താണ്, ഇല്ലാ ലിനഅലമ, നാം അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലാതെ അല്ല. അതായത് നുമയ്യിസു ലി നുമയ്യിസ എന്നർത്ഥം, നാം വേർതിരിക്കുന്നതിന്. അള്ളാഹുവിനെ അറിയാമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അല്ലെങ്കിൽ തന്നെ അറിയാം, അത് ജനങ്ങൾക്ക് അവിടെ ലോകത്തിന് മുമ്പിൽ പ്രകടമാക്കുക എന്നുള്ളതാണ്. മയ്യത്തബിഉർ റസൂല, റസൂലിനെ പിന്തുടരുന്നവർ ആരുണ്ട് എന്ന്. അപ്പോൾ ഖിബ്ല മാറുമ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആരുണ്ട്, വിശ്വാസത്തിൽ ചാഞ്ചല്യം ഉണ്ടാകുന്ന ആരുണ്ട്, ആര് ഉറച്ചു നിൽക്കും എന്ന്. മിമ്മയ്യൻഖലിബു അലാ അഖിബൈഹി, അവൻ്റെ പാദങ്ങളിൽ പിന്തിരിഞ്ഞ് കളയുന്നവർ, അവരിൽ നിന്ന് യഥാർത്ഥ വിശ്വാസികൾ റസൂലിനെ യഥാർത്ഥത്തിൽ പിന്തുടർന്നവർ ആര് എന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻകാനത്ത്, അതാണെങ്കിലും, അതായത് അൽ ഖിബ്ലത്ത് യത്തവല്ലി ഇലൈഹ, അതിൽ നിന്ന് തിരിയ എന്നത്, അതിലേക്ക് തിരിയ, അതായത് കഅബയിലേക്ക് തിരിയ എന്നത്. ബൈത്തുൽ മഖ്ദിസ് ആദ്യത്തെ ഖിബ്ല മാറിയിട്ട് കഅബയിലേക്ക് തിരിയുക എന്നത് എന്താണ്, ലകബീറത്തുൻ, അത് മഹാ കാര്യമാണ്, വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അള്ളാഹു മാർഗദർശനം ചെയ്ത കൂട്ടർക്ക് ഒഴികെ, അല്ലാത്തവർക്ക് അത് വലിയൊരു പ്രയാസമാണ്. ലിഅന്നഹും യഅലമൂൻ, അപ്പോൾ അള്ളാഹു മാർഗദർശനം ചെയ്ത കൂട്ടർ അവർ അറിയുന്നുണ്ട് എന്ത്, ഇന്നൽ ഹുദാ ഹുദല്ലാഹ്. ആല ഇമ്രാൻ 73-ാമത്തെ ആയത്ത്. നിശ്ചയം യഥാർത്ഥ മാർഗദർശനം അള്ളാഹുവിൻ്റെ മാർഗദർശനം ഹുദ ആണ് എന്ന്. ഇങ്ങനെ പറയാണ്, വമാ കാന അല്ലാഹു ലിയുദിയ ഈമാനക്കും, അള്ളാഹു നിങ്ങളുടെ സത്യവിശ്വാസത്തെ പാഴാക്കുകയില്ല. ഐ സിബാത്തക്കും അലൽ ഈമാൻ, നിങ്ങൾ ഈമാനിൽ സ്ഥിരപ്പെട്ടത്, സ്ഥൈര്യത്തോടുകൂടി നിന്നത്. ഇനി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി, സൂറത്തുൻ നിസാ 136-ാമത്തെ ആയത്തിൽ നിന്ന്, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ എന്ന് വീണ്ടും പറയാണ്. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, റസൂലി, അവൻ്റെ റസൂൽ കൊണ്ടു. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്ത്, ബൈത്തുൽ മഖ്ദിസ് ഖിബ്ലയായി ആയിരുന്നല്ലോ ആദ്യം, ഇപ്പോൾ കഅബയിലേക്ക് തിരിയാൻ പറയുന്നു. അപ്പോൾ ആ ബൈത്തുൽ മഖ്ദിസ് ഖിബ്ലയായിരുന്ന കാലത്ത് മരിച്ചുപോയവരുണ്ട്. അപ്പോൾ അവരുടെ നിസ്കാരമൊക്കെ എന്താവും, അവരുടെ ഈമാൻ എന്താവും എന്നുള്ളത്. അപ്പോൾ അള്ളാഹു പറയുന്നത്, അള്ളാഹു നിങ്ങളുടെ ഈമാൻ പാഴാക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം തന്നെയാണ് അതും നടന്നത് എന്നതാണ്. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, നിശ്ചയം അള്ളാഹു ജനങ്ങളോട് ദയാപരനും കരുണാവാരിധിയുമാകുന്നു എന്ന്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ഖദ് നറാ, നിശ്ചയം നാം കാണുന്നുണ്ട്, തഖല്ലുബ വജ്ഹിക, താങ്കളുടെ മുഖം മാറി മറിയുന്നത്, ഫിസ്സമാ, ആകാശത്തിൽ. പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കിയിട്ട് നബി വഹി വരുന്നുണ്ടോ എന്ന് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബ ഖിബ്ലയായി കിട്ടിയെങ്കിൽ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ തഖല്ലുബ് കൊണ്ട് എന്നുള്ളതുകൊണ്ട് ബന്ധപ്പെട്ടതാണ് ഫിസ്സമാ. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ, ഫലനുവല്ലിയന്നക, നിശ്ചയം നാം തിരിക്കുക തന്നെ ചെയ്യും താങ്കളെ, ഖിബ്ലതൻ തർദാഹാ, താങ്കൾ ഇഷ്ടപ്പെടുന്ന ഖിബ്ലയിലേക്ക്. ഫവല്ലി വജ്ഹക, അതിനാൽ താങ്കളുടെ മുഖത്തെ തിരിക്കൂ, ഫിസ്വലാ, അതായത് നിസ്കാരത്തിൽ. ഷത്റുൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ, കഅബക്ക് നേരെ. ഐ നഹവൽ കഅബ, അതായത് കഅബക്ക് നേരെ. വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, മുസ്ലിം ഉമ്മത്ത്, അയ്യുഹൽ മുസ്ലിമൂൻ, അല്ലയോ മുസ്ലിങ്ങളെ, ഫവല്ലു വുജൂഹക്കും, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ തിരിക്കുകയും, അതായത് ഫിസ്വല, നിസ്കാരത്തിൽ. ഷത്റ, അതിൻ്റെ നേരെ, അതായത് കഅബക്ക് നേരെ. വഇന്നല്ലദീന ഊതുൽ കിതാബ, നിശ്ചയം വേദം നൽകപ്പെട്ടവർ, ലയഅലമൂന അന്നഹു, ലയഅലമൂന, നിശ്ചയം അവരറിയുന്നുണ്ട്, അന്നഹു, നിശ്ചയം അത്, അതായത് അത്തവല്ലി ഇലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുക എന്നത്, അൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഹക്കായ കാര്യമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണെന്ന് അവർക്കറിയാം, അഹ്ലുൽ കിതാബ് അവർക്കറിയാം. ലിമാ ഫീ കുതുബിഹിം മിന തസ്രീഹാത്തി വൽ ഇഷാറാത്തി ഇലാ ഖുറൂജിൻ നബി സ്വാദിഖി മിൻ മക്കത്തിൽ മുകറമ സാദഹ അല്ലാഹു ശറഫൻ വ തഅദീമ കമാ ഫി തൗറാത്തിൽ മൗജൂദത്തി ഇൻദഹും.
എന്താണ് ലിമാഫി കുത്തുബിഹിം അവരുടെ ഗ്രന്ഥങ്ങളിൽ വേദങ്ങളിൽ ഉള്ളതിനാൽ മിനത്ത സുരിഹാത്തി വൽ ഇഷാറാത്തി വ്യക്തമായിട്ടും സൂചനകളായിട്ടുമുള്ള ഇലാ ഹുറൂജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറപ്പാടിനെ സംബന്ധിച്ച് ഈ മക്കത്തുൽ മുക്കറമ മക്ക മുക്കറമയിൽ നിന്ന് സാദഹ അല്ലാഹു ഷറഫൻ വ തഅലീമ അല്ലാഹു അതിനെ ആദരവ് വർദ്ധിപ്പിച്ചു കമാ ഫി തൗറാത്തിൽ മൗജൂദത്തി അൻദഹും അവരുടെ കയ്യിലുള്ള തൗറാത്തിൽ തന്നെ ഉള്ളതുപോലെ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനല്ല എന്ന് വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ വലഇൻ അതൈത താങ്കൾ ചെന്നാൽ അല്ലദീന ഊത്തുൽ കിതാബ വേദം നൽകപ്പെട്ടവരുടെ സമീപിച്ചാൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെന്നാൽ കഫറു ഐനാദ അവർ ധിക്കാരപൂർവ്വം നിഷേധിക്കുകയാണ് ചെയ്തത് അവർക്കറിയാത്തതുകൊണ്ടല്ല ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക് അപ്പോൾ അവരെ താങ്കൾ സമീപിച്ചാൽ അല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എല്ലാ ദൃഷ്ടാന്തങ്ങളുമായിട്ട് താങ്കൾ സമീപിച്ചാലും മാ തബിഉ ഖിബ്ലതക് അവർ താങ്കളുടെ ഖിബ്ലയെ പിന്തുടരുകയില്ല അല്ലത്തി അമർത്തഹും ബിത്തവല്ലി ഇലൈഹ അവരോട് താങ്കൾ തിരിയാൻ കൽപ്പിച്ച ആ ഖിബ്ലയിലേക്ക് അവർ തിരിയൂല വമാ അൻത ബിതാബിഉൻ ഖിബ്ലതഹും അവരുടെ ഖിബ്ല താങ്കളും പിൻപറ്റുന്നവനല്ല ബിഗൈരി അംരില്ലാഹ് അല്ലാഹുവിൻ്റെ കൽപ്പന കൂടാതെ എന്നർത്ഥം വമാ ബഅ്ദുഹും ബിതാബിഉൻ ഖിബ്ലത ബഅദ് അവരിൽ ചിലർ മറ്റു ചിലരുടെ ഖിബ്ലയും പിൻപറ്റൂല എന്ന് പറഞ്ഞാൽ യഹൂദികൾ നസറാക്കളുടെ ഖിബ്ല പിൻപറ്റൂല നസാറാക്കൾ യഹൂദികളുടെ ഖിബ്ലയും പിൻപറ്റൂല ലിമാ അന്നൽ യഹൂദ യതവജ്ജഹൂന ഇലാ ബൈത്തുൽ മഖ്ദിസ് യഹൂദികൾ ബൈത്തുൽ മഖ്ദിസിലേക്കാണ് മുഖം തിരിക്കുന്നത് അവരുടെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസിലേക്കാണ് എന്നതിനാൽ വൻ നസാറ ലാ യൽതസിമൂന ജിഹ നസാറാക്കൾക്കാണെങ്കിലോ പ്രത്യേകമൊരു ഖിബ്ല ജിഹ ഇല്ല എന്ന് കിഴക്കെന്നും കാണുന്നുണ്ട് വലഇനി തബഅത അഹ്വാഅഹും താങ്കൾ അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ നിശ്ചയം മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം താങ്കൾക്ക് ഇൽമിൽ നിന്ന് വന്നെത്തിയ ശേഷം താങ്കൾക്ക് വ്യക്തമായ അറിവ് വന്നെത്തിയ ശേഷം ഇന്നക ഇദൽ ലമിനൽ ളാലിമീൻ നിശ്ചയം താങ്കൾ അക്രമികളിൽ പെട്ടുപോകും അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമെന്നല്ല അങ്ങനെ ഒരു സാധ്യതയും ഇല്ല ഇനി ബൈത്തുൽ മഖ്ദിസ് ഖിബ്ലയാക്കാനുള്ളൊരു സാധ്യതയും ഇല്ല എന്ന് സൂചിപ്പിക്കായിരിക്കും الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم الذين آتيناهم الكتاب الكتاب നൽകപ്പെട്ടവർ നാം അൽ കിതാബ് വേദഗ്രന്ഥം നൽകിയവർ യഅരിഫൂനഹു അതിനെ അറിയും കമാ യഅരിഫൂന അബ്നാഅഹും അവരുടെ മക്കളെ അവരറിയുന്ന പോലെ അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതും ഖിബ്ല മാറ്റം ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്കറിയാം അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ സത്യം അവർക്കറിയാം ഐ അത്തഹവ്വുലു ഇലൽ കഅബത്തി കഅബയിലേക്ക് തിരിയാന്നത് കമാ യഅരിഫൂന അബ്നാഅഹും അവരുടെ മക്കളെ അറിയുന്ന പോലെ അവർക്കറിയാം അന്നഹും അബ്നാഉഹും ബിലാ തറദ്ദുദിൻ ഒരു സംശയമില്ലാതെ അവരുടെ മക്കളാണെന്ന് അവർക്കറിയാം എന്നതുപോലെ ലിമാഫി കുത്തുബിഹിം കമാമറ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കിതാബുകളിൽ വേദഗ്രന്ഥങ്ങളിൽ തന്നെ ഈ പരാമർശങ്ങളൊക്കെ ഉള്ളതിനാൽ وَإِنَّ فَرِيقًا مِّنْهُمْ لَيَكْتُمُونَ الْحَقَّ وَهُمْ يَعْلَمُونَ وَإِنَّ فَرِيقًا مِّنْهُمْ നിശ്ചയം അഹ്ലു കിതാബുകാരിൽ വേദക്കാരിൽ ഒരു വിഭാഗം ലയക്തുമൂന അൽ ഹഖ നിശ്ചയം അവർ സത്യത്തെ മറച്ചു വെക്കുന്നവരാണ് വഹും യഅലമൂൻ അവർ അറിഞ്ഞുകൊണ്ട് അന്നഹും മുബ്തിലൂന ഫിൽ കത്മാൻ അപ്പോൾ ഈ സത്യം മറച്ചു വെക്കുന്നതിൽ അവർ വ്യാജവാദികളാണ് എന്നതാണ് അൽ ഹഖു മിർ റബ്ബിക് സത്യം താങ്കളുടെ റബ്ബിങ്കിൽ നിന്നുള്ളതാണ് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ അതിനാൽ താങ്കൾ മുംതരീങ്ങളിൽ ഷാക്കീൻ അതായത് സംശയാലുക്കളിൽ പെട്ടുപോകരുത് എന്ന്